എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ നിമിഷം വരെയുള്ള പ്രധാനപ്പെട്ട 50 വാർത്തകളുമായി സകല വാർത്ത ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 10 പേർ കോവിഡ് മുക്തരായി. കൊല്ലം 6, തിരുവനന്തപുരം 2, കാസർഗോഡ് 2 എന്നിങ്ങനെയാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. കാസർഗോഡ് കോവിഡ് സ്ഥിരീകരിച്ചത് ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകന്. ഇന്ന് 84 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടിപ്പെരിയാർ, ആജാനൂർ എന്നീ പഞ്ചായത്തുകൾ പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇതോടെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 103 ഉയർന്നു. ഭക്ഷ്യസുരക്ഷയും തൊഴിൽ ലഭ്യതയും ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് സമഗ്ര കാർഷിക പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി അടുത്ത മാസം മുതൽ ആരംഭിക്കും. ഇതിനായി 3000 കോടി ചിലവഴിക്കുമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾ ഈ തുക വകയിരുത്തണമെന്നും മുഖ്യമന്ത്രി. തരിശുഭൂമി കൃഷിയോഗ്യമാക്കണം, കൃഷിക്കായി യുവജന ക്ലബ്ബുകൾ രൂപീകരിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി. കോവിഡ് പ്രതിസന്ധിയുടെ ഭാഗമായിട്ടുള്ള സാലറി കട്ടിൽ നിന്നും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി സർക്കാരിന് കത്ത് നൽകി. ജഡ്ജിമാർ ഭരണഘടനാപരമായ ചുമതലകൾ വഹിക്കുന്നവരാണെന്നും അവരുടെ ശമ്പളം പിടിച്ചുവെക്കുന്നത് ഭരണഘടനാപരമായി തെറ്റാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. മെഡിക്കൽ പ്രവേശനത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി. മെഡിക്കൽ ദന്തൽ പ്രവേശനത്തിലുള്ള നീറ്റ് പരീക്ഷ കോടതി ശരിവെച്ചു. ബിരുദാനന്തര കോഴ്സുകളിലേക്ക് നീറ്റ് പരീക്ഷ വഴി പ്രവേശനം നടത്താമെന്ന് സുപ്രീം കോടതി. നീറ്റ് ചോദ്യം ചെയ്ത ന്യൂനപക്ഷ മാനേജ്മെന്റുകൾ നൽകിയ ഹർജിയിലാണ് സുപ്രധാന വിധി. ലോകത്ത് കൊറോണ മരണം 2,19,000-ലേക്ക്. അമേരിക്കയിൽ കൊറോണ മരണം 60,000-ലേക്ക്. അമേരിക്കയിൽ 24 മണിക്കൂറിനിടെ മരിച്ചത് 2429 പേർ. രോഗികളുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞു. ഗൾഫിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 1/2 ലക്ഷം പിന്നിട്ടു. മരിച്ചവരുടെ എണ്ണം 300-ലേക്ക്. ലോക്ക്ഡൌൺ ഇളവുകൾ സ്ഥിതി ഗുരുതരമാക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 1008 54,769 പേർക്കാണ് ഇതുവരെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. 22,982 രോഗികളാണ് നിലവിലുള്ളത്. 7,796 പേർ രോഗമുക്തി നേടി. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കുന്നതിനുള്ള ഓർഡിനൻസിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ജീവനക്കാരുടെ ശമ്പളത്തിന്റെ 25% പിടിച്ചുവെക്കാൻ അധികാരം നൽകുന്നതാണ് ഓർഡിനൻസ്. സംസ്ഥാനം അസാധാരണ പ്രതിസന്ധിയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിലവിലെ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ തീരുമാനിച്ചു. ഇതിനായി പുതിയ ഓർഡിനൻസ് ഇറക്കും. വിദേശത്തു നിന്നും തിരിച്ചെത്തിക്കേണ്ട പ്രവാസികളുടെ മുൻഗണനാ ലിസ്റ്റ് കേന്ദ്ര സർക്കാർ തയ്യാറാക്കി. ഗൾഫിലെ പാവപ്പെട്ട കുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രഥമ പരിഗണന. യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം കുടുങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് 2ാം പരിഗണന. പ്രവാസികളെ സ്വീകരിക്കേണ്ട ക്രമീകരണങ്ങളും തയ്യാറായി. അതേസമയം പ്രവാസികളെ മടക്കിക്കൊണ്ടുവരേണ്ട സമയത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. ഏപ്രിൽ 30 മുതൽ മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങിയ നിയമ നടപടിയെന്ന് DGP. സർക്കാർ പുതിയതായി ഇറക്കിയ എപ്പിഡമിക് ഓർഡിനൻസ് പ്രകാരമാണ് നടപടി. ഉത്തരവ് ഇന്ന് വൈകുന്നേരത്തോടെ ഇറങ്ങും. മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങി ആദ്യം പിടിക്കപ്പെട്ടാൽ 500-ഉം പിന്നീട് അതിൽ കൂടുതലും എന്നതാവും ശിക്ഷ. ബോളിവുഡ് താരം ഇർഫാൻ ഖാൻ അന്തരിച്ചു. ക്യാൻസർ രോഗബാധയെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 53 വയസ്സായിരുന്നു. സലാം ബോംബെയാണ് ആദ്യ സിനിമ. നിരവധി ഹോളിവുഡ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ കയ്യിലിരിപ്പ് കാരണമാണ് ഇടുക്കിയിലും കോട്ടയത്തും രോഗബാധ ഉണ്ടായതെന്ന കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മുരളീധരൻ സ്വന്തം പദവിയുടെ നിലവാരം കാണിക്കണമെന്നും കേരളത്തിലെ ജനങ്ങളെ അഭിനന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്നും മന്ത്രി മാധ്യമങ്ങളോട്. കൊല്ലത്ത് കാണാതായ യുവതിയെ പാലക്കാട് കൊന്നു കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തി. മുഖത്തല സ്വദേശി സുചിത്രയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. യുവതിയെ കൊലപ്പെടുത്തിയ സുഹൃത്ത് കോഴിക്കോട് സ്വദേശി പ്രശാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ താമസിക്കുന്ന വാടക വീടിന് സമീപത്താണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. പത്തനംതിട്ട കൊടുമണ്ണിൽ 10ാം ക്ലാസ്സുകാരനെ കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പോലീസിന്
പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. അടൂർ ഡിവൈഎസ്പിക്കാണ് കേസിന്റെ അന്വേഷണ ചുമതല. പ്രതികളെ പാർപ്പിച്ചിരിക്കുന്ന കൊല്ലം ജുവനൈൽ ഹോമിലെത്തി വിരലടയാളവും രക്തസാമ്പിളുകളും കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചു. ഗുരുതര ഹൃദ്രോഗവുമായി തമിഴ്നാട്ടിൽ നിന്നും കൊച്ചിയിലെത്തിയ നവജാത ശിശു വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങി. ജന്മനാ ഹൃദ്രോഗിയായിരുന്ന കുഞ്ഞിനെ നാഗർകോവിൽ നിന്നും 2 ആഴ്ച മുമ്പായിരുന്നു എറണാകുളം ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാന അതിർത്തി അടച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് കുഞ്ഞിന് ജീവൻ തുണയായത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച് തമിഴ് കുടുംബം. സർക്കാരിന്റെ സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റ് ലഭിച്ച കുടുംബം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയാണ് വൈറലാകുന്നത്. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നേതാക്കളും സംഘടനകളും അവരവരുടെ ചിത്രങ്ങൾ സഹിതമുള്ള കിറ്റുകൾ വിതരണം ചെയ്യുമ്പോൾ കേരളത്തിൽ യാതൊരു അടയാളപ്പെടുത്തലുകളും കൂടാതെയാണ് 20ഓളം സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തതെന്ന് ഇവർ പറയുന്നു. വേനൽ മഴയോടനുബന്ധിച്ചുള്ള ഇടിമിന്നലോടുകൂടിയ മഴ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസവും തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ 29 ഇടുക്കി, വയനാട് ജില്ലകളിലും ഏപ്രിൽ 30 തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡിന്റെ സുരക്ഷയ്ക്കായി 3ാമത്തെ മെഡിക്കൽ സംഘം പുറപ്പെട്ടു. രാജ്യത്തെ 2ാമത്തെ കോവിഡ് രോഗിയെ സുഖപ്പെടുത്തിയ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സംഘമാണ് രാവിലെ 11 മണിയോടെ ആലപ്പുഴയിൽ നിന്നും പുറപ്പെട്ടത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ക്വാറന്റൈനിൽ. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നും തിരിച്ചെത്തിയ ചീഫ് ജസ്റ്റിസിനോട് 14 ദിവസത്തെ നിരീക്ഷണത്തിൽ പോകാൻ ജില്ലാ ആരോഗ്യ വിഭാഗം ആവശ്യപ്പെടുകയായിരുന്നു. ലോക്ക്ഡൌണിന് പിന്നാലെ ചെന്നൈയിലേക്ക് പോയ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയത്. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രത്യേക അനുമതിയോടുകൂടിയായിരുന്നു മടങ്ങിവരവ്. തിരിച്ചെത്തുന്ന പ്രവാസികളെ സ്വീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി സർക്കാർ. രോഗസാധ്യതയുള്ളവരെ പാർപ്പിക്കാനുള്ള കെട്ടിടങ്ങൾ ഒരുക്കുന്നതിനാണ് മുൻഗണന. ഇതുവരെ 2,89,642 കിടക്കകൾക്കുള്ള സ്ഥലം കണ്ടെത്തി. ഇതിൽ 1,52,722 കിടക്കകൾ തയ്യാറാണ്. സർക്കാർ സ്വകാര്യ ആശുപത്രികളും ഹോട്ടലുകളും റിസോർട്ടുകളും മുറികൾ കണ്ടെത്തുന്നതിനു പുറമെ 47 സ്റ്റേഡിയങ്ങളും ക്വാറന്റൈനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. സ്റ്റേഡിയങ്ങളിൽ മാത്രം 20,000 കിടക്കകൾ സജ്ജീകരിക്കാം. റേഷൻ കാർഡില്ലാത്ത അർഹരായ കുടുംബങ്ങൾക്ക് അപേക്ഷിച്ച് 24 മണിക്കൂറിനകം കാർഡ്. സർക്കാർ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ പലർക്കും വാങ്ങാൻ കഴിയാത്തതിനാലാണ് നടപടി. സംസ്ഥാനത്ത് കുടുംബമായി സ്ഥിരതാമസമുള്ളവർ ആധാർ കാർഡുമായി അക്ഷയ സെന്ററിൽ അപേക്ഷ നൽകണം. രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാനായില്ലെങ്കിൽ സത്യവാങ്മൂലം എഴുതി വാങ്ങി താൽക്കാലിക കാർഡും നൽകും. റേഷൻ കാർഡില്ലാതെ 33,000 പേരാണ് സത്യവാങ്മൂലവും ആധാർ കാർഡും അടിസ്ഥാനമാക്കി സൗജന്യ റേഷൻ വാങ്ങിയത്. രാത്രി 11 മണിക്ക് കാറിൽ കറങ്ങാനിറങ്ങി ഫേസ്ബുക്കിൽ ലൈവ് നടത്തിയ യുവാവിന് കിട്ടിയത് പോലീസിന്റെ വക 8ന്റെ പണി. ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിലാണ് ലോക്ക്ഡൌൺ നിർദ്ദേശം ലംഘിച്ച് BMW കാറുമായി അഭിനവ് സോണി എന്ന യുവാവ് രാത്രി കറങ്ങാനിറങ്ങിയത്. അഭിനവ് സോണിയെ കസ്റ്റഡിയിലെടുക്കുകയും തെറ്റ് അംഗീകരിക്കുകയും മാപ്പ് പറയുകയും ചെയ്യുന്ന വീഡിയോ റായ്പൂർ പോലീസ് അതേ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ലൈവാക്കുകയും ചെയ്തു. ലോകമെങ്ങും പടർന്നുപിടിച്ച കോവിഡ് ബാധയ്ക്ക് കാരണമായ വൈറസിന് 11 വകഭേദങ്ങളുണ്ടെന്ന് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. കോവിഡിന് കാരണമായ SARS-CoV-2 വൈറസിന്റെ 11 വകഭേദങ്ങളിൽ ഒന്നിന് ശ്വാസകോശത്തിൽ വളരെ പെട്ടെന്ന് കടന്നുകയറാൻ സാധിക്കുന്നുണ്ടെന്നും ലോകമാകെ മഹാമാരിക്ക് കാരണം വൈറസിന്റെ ഈ വകഭേദമാണെന്നുമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഡൽഹി CRPF ബറ്റാലിയനിലെ 47 സൈനികർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സഫ്ദർജംഗ് ആശുപത്രിയിൽ അസം സ്വദേശിയായ 55-കാരൻ ഇന്നലെ മരിച്ചിരുന്നു. കോവിഡ് ഭീതിയിൽ മായൂർ വിഹാർ CRPF ബറ്റാലിയനിലെ 1000ഓളം ജവാന്മാർ നിലവിൽ ക്വാറന്റൈനിലാണ്. ഗൾഫിൽ നിന്നും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ നേവി സന്നാഹങ്ങൾ ഒരുക്കുന്നതായി റിപ്പോർട്ടുകൾ. ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനായി INS ജലാശ്വയും 2 യുദ്ധക്കപ്പലുകളും തയ്യാറാക്കി നിർത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. ഇതുകൂടാതെ വ്യോമസേനയോടും
എയർ ഇന്ത്യയോടും സന്നാഹങ്ങൾ ഒരുക്കാനും നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാദൗത്യമാവും ഇതെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ 5ാമത്തെ COVID-19 മുക്ത സംസ്ഥാനമായി ത്രിപുര. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ച 2 പേരും രോഗം ഭേദമായി ആശുപത്രി വിട്ടു. 14 ദിവസമായി സംസ്ഥാനത്ത് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സിക്കിം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലും നിലവിൽ കോവിഡ് കേസുകളില്ല. പശ്ചിമബംഗാളിലെ ഹൗറയിൽ സാമൂഹിക അകലം പാലിക്കാത്തവരെ നിരീക്ഷിക്കാനെത്തിയ പോലീസുകാർക്ക് നേരെ ആക്രമണം. 2 പോലീസുകാരെയാണ് ആൾക്കൂട്ടം ആക്രമിച്ചത്. ലോക്ക്ഡൌൺ ലംഘിച്ച് തെരുവിൽ കൂട്ടം കൂടിയവരെ പിരിച്ചുവിടാൻ ശ്രമിച്ചതോടെയാണ് ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസുകാർക്ക് നേരെ കല്ലെറിയുകയും അവരെ ഓടിക്കുകയും ചെയ്തത്. അഭയം തേടി ഇവർ പോലീസ് ഔട്ട് പോസ്റ്റിൽ ഒളിച്ചതോടെ ആളുകൾ പോലീസ് ഔട്ട് പോസ്റ്റിന് നേരെയും കല്ലെറിഞ്ഞു. 2 പോലീസ് വാഹനങ്ങൾ നശിപ്പിച്ചു. ലോക്ക്ഡൌണിനിടെ മുംബൈയിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് കാൽനടയായി യാത്ര ചെയ്ത യുവാവ് മണിക്കൂറുകൾക്കകം ക്വാറന്റൈനിൽ മരിച്ചു. UP സ്വദേശി ഇസ്താഫ് അലിയാണ് 15 ദിവസമെടുത്ത് 1400 കിലോമീറ്ററോളം നടന്ന് നാട്ടിലെത്തിയത്. മുംബൈയിലെ വാസയിലായിരുന്നു ഇസ്താഫ് ജോലി ചെയ്തിരുന്നത്. മുംബൈയിൽ താമസിക്കാൻ പോലും സൗകര്യമില്ലാത്തതോടെയാണ് ഇസ്താഫ് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ലോക്ക്ഡൌൺ പിൻവലിക്കുന്നതോടെ പല രാജ്യാന്തര കമ്പനികളും ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റാൻ ചർച്ച ആരംഭിച്ചു. കമ്പനികൾക്ക് പ്രത്യേക പരിഗണനയും സൗകര്യങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. നയപരമായും നികുതി തലത്തിലും നൽകാവുന്ന ഇളവുകൾ കേന്ദ്ര ധന വ്യവസായ മന്ത്രാലയങ്ങളും നീതി ആയോഗും പരിഗണിക്കുന്നുണ്ട്. ബിരുദാനന്തര കോഴ്സുകളിലേക്കും പൊതുപ്രവേശന പരീക്ഷ നടത്താൻ UGC നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ. അടച്ചിടൽ പശ്ചാത്തലത്തിൽ പുതിയ അക്കാദമിക് കലണ്ടർ നിർദ്ദേശിക്കാൻ രൂപീകരിച്ച RC കുഹാത് സമിതിയുടേതാണ് ശുപാർശ. UGC വിഷയം ചർച്ച ചെയ്തെങ്കിലും തീരുമാനമായില്ല. നിലവിൽ പ്രൊഫഷണൽ ബിരുദാനന്തര കോഴ്സുകൾക്കാണ് പൊതുപ്രവേശന പരീക്ഷയുള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഓസ്കാർ പുരസ്കാരത്തിനുള്ള നിബന്ധനകൾ മാറ്റി. പുരസ്കാരത്തിന് അപേക്ഷിക്കാൻ തിയേറ്റർ റിലീസ് വേണ്ട. ഓൺലൈൻ റിലീസ് ചെയ്ത ചിത്രങ്ങൾക്കും പുരസ്കാരത്തിന് അപേക്ഷിക്കാം. കൊറോണ വൈറസ് ബാധ മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം മറികടക്കുന്നതിന് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനൊരുങ്ങി ബ്രിട്ടീഷ് എയർവേസ്. 12,000 ജീവനക്കാരെയാണ് പിരിച്ചുവിടാൻ നീക്കം. വിമാനയാത്ര പഴയ നിലവാരത്തിലേക്ക് എത്തുന്നതുവരെ മറ്റു പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഇന്റർനാഷണൽ എയർലൈൻ ഗ്രൂപ്പ് പറഞ്ഞു. US-ൽ ചികിത്സാ ചെലവ് താങ്ങാനാവാത്തതിനാൽ കോവിഡ് ബാധ സംശയിക്കുന്ന നിരവധി പേർ ചികിത്സയിൽ വേണ്ടെന്ന് വെക്കുകയാണെന്ന് കണ്ടെത്തൽ. പനിയോ തൊണ്ട വേദനയോ വന്നാൽ ചികിത്സ തേടി ആശുപത്രിയിൽ പോകില്ലെന്ന് ഗാലപ്പ് വെസ്റ്റ് ഹെൽത്ത് സർവേയിൽ പങ്കെടുത്ത 7-ൽ 1 പേരും പറഞ്ഞു. ചികിത്സാ ചെലവ് താങ്ങാനാകാത്തതാണ് പ്രധാന വെല്ലുവിളി. COVID-19 കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ലോക്ക്ഡൌൺ നീട്ടാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ തീരുമാനിച്ചു. മെയ് 11 വരെയാണ് ലോക്ക്ഡൌൺ നീട്ടിയത്. മെയ് 12 മുതൽ ക്രമേണ ഇളവ് വരുത്തുമെന്നും പുടിൻ പറഞ്ഞു. റഷ്യ ഇതുവരെ കോവിഡ് വ്യാപനത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ എത്തിയിട്ടില്ല. ദുഷ്കരവും കഠിനമേറിയതുമായ സാഹചര്യത്തെയാണ് ഇനി മറികടക്കേണ്ടതെന്ന് പുടിൻ. വൈറസ് ഭീഷണി മാരകമാം വിധം തുടരുകയാണെന്നും പുടിൻ പറഞ്ഞു. കോവിഡ് ബാധിതർക്ക് 6 പുതിയ ലക്ഷണങ്ങൾ കൂടി സ്ഥിരീകരിച്ച് US ആരോഗ്യമന്ത്രി. പനി, ചുമ, ശ്വാസതടസ്സം എന്നിവയ്ക്ക് പുറമെ രുചി വ്യാസമില്ലായ്മ, പേശിവേദന, തലവേദന, തൊണ്ടവേദന, വിറയൽ എന്നിവയും കോവിഡ് ബാധിതരിൽ കാണാമെന്ന് കണ്ടെത്തൽ. കടലിൽ കുടുങ്ങിയ 500 റോഹിംഗ്യൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന് ബംഗ്ലാദേശിനോട് ഐക്യരാഷ്ട്ര സംഘടന. ഇവരുടെ 2 ബോട്ടുകൾക്ക് തീരത്തടുക്കാൻ അടിയന്തരമായി അനുമതി നൽകണം. ഭക്ഷണവും കുടിവെള്ളവും ആരോഗ്യ പരിചരണവും ലഭ്യമാക്കണമെന്നും UN മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. കോവിഡിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ.
അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ട്രംപിന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് വിവരം. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് അദ്ദേഹത്തിന് അറിയിപ്പ് ലഭിച്ചത്. വാഷിംഗ്ടൺ പോസ്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ടുകൾ യഥാസമയം പരിശോധിക്കാൻ പ്രസിഡന്റ് തയ്യാറായില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കണമെന്ന ലോകാരോഗ്യ സംഘടനാ ആഹ്വാനം കാറ്റിൽ പറത്തി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് മിനിസോട്ടിലെ മായോ ക്ലിനിക്കൽ കോവിഡ് രോഗികളെ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് പെൻസ് മാസ്ക് ധരിക്കാതെ എത്തിയത്. മാസ്ക് ധരിക്കണമെന്ന് WHO നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അത് ധരിക്കണോ വേണ്ടയോ എന്ന് താൻ തീരുമാനിക്കുമെന്ന് ട്രംപിന്റെ പ്രസ്താവന വിവാദമായിരുന്നു. കോവിഡ് കാലത്ത് അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾ ചൈനയ്ക്കെതിരെ നടത്തുന്നത് വെറും നുണപ്രചാരണങ്ങളാണെന്ന് ചൈന. കോവിഡ് പ്രതിരോധത്തിൽ തങ്ങൾക്കുണ്ടായ പാളിച്ചകളിൽ നിന്നും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ മാറ്റിവിടുക മാത്രമാണ് ട്രംപിന്റെയും കൂട്ടരുടെയും ലക്ഷ്യം. അമേരിക്കൻ നേതാക്കളുടെ ലക്ഷ്യം പകർച്ചവ്യാധി പ്രതിരോധത്തിലെ പിഴവുകൾ മറയ്ക്കുക മാത്രമാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മോദിയെയും രാഷ്ട്രപതിയെയും ഫോളോ ചെയ്യുന്നത് നിർത്തിവെച്ച് വൈറ്റ് ഹൗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്വിറ്ററിൽ അൺഫോളോ ചെയ്തു. മോദിയെ വൈറ്റ് ഹൗസ് ട്വിറ്ററിൽ ഫോളോ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഫോളോ ചെയ്തത് 3 ആഴ്ചകൾക്ക് ശേഷമാണ് മോദിയെ വൈറ്റ് ഹൗസ് അൺഫോളോ ചെയ്തത്. വടക്കു പടിഞ്ഞാറൻ സിറിയൻ നഗരമായ അഫ്രീനിൽ സ്ഫോടനം, 40 പേർ കൊല്ലപ്പെട്ടു. അഫ്രീനിലെ തിരക്കേറിയ മാർക്കറ്റിൽ ബോംബ് ഘടിപ്പിച്ച ഇന്ധന ടാങ്കർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തുർക്കി അനുകൂല വിമതരുടെ അധീനതയിലുള്ള സ്ഥലമാണ് അഫ്രീൻ. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ആക്രമണത്തിൽ തുർക്കിയിലെ ഖുർഷിദ് ഗ്രൂപ്പായ YPGക്ക് ബന്ധമുണ്ടെന്ന് തുർക്കി പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചു. ദുബായ് നഗരം വീണ്ടും വിനോദസഞ്ചാരികൾക്കായി തുറക്കുന്നു. കോവിഡ് രോഗബാധയെ തുടർന്ന് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ജൂലൈ ആദ്യം മുതൽ എമിറേറ്റ്സിലേക്ക് ടൂറിസ്റ്റുകളെ പ്രവേശിക്കാനാകുമെന്ന് ദുബായ് ടൂറിസം ഡയറക്ടർ ജനറൽ ഹെലാൽ അൽമേറി പറഞ്ഞു. കോവിഡ് സൃഷ്ടിച്ച ആഗോള സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാകും തീരുമാനം. ഇത് സെപ്റ്റംബർ വരെ നീളാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിൽ കർഫ്യൂവിൽ ഇന്നു മുതൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വന്നു. മെയ് 13 വരെ വാണിജ്യ സ്ഥാപനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഫാക്ടറികൾ എന്നിവയ്ക്ക് തുറന്നു പ്രവർത്തിക്കാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പ്രവർത്തന സമയം. പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പിന്റെയും മറ്റു മന്ത്രാലയങ്ങളുടെയും നിബന്ധനകൾക്ക് വിധേയമാണ്. കുവൈറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് അടിയന്തരമായി മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്കായി ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. സേവനം അടിയന്തര മെഡിക്കൽ ആവശ്യമുള്ളവർക്ക് മാത്രമായിരിക്കുമെന്ന് എംബസി വൃത്തങ്ങൾ പറഞ്ഞു. മാർച്ചിനും ജൂണിനും ഇടയിൽ കാലാവധി കഴിയുന്ന ഖത്തറിലെ വാണിജ്യ രജിസ്ട്രേഷനുകളും ലൈസൻസുകളും ഓട്ടോമാറ്റിക്കായി പുതുക്കപ്പെടുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം. നടപടി ലൈസൻസുകളും രജിസ്ട്രേഷനുകളും പുതുക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട്. പുതുക്കൽ ഫീസ് പിന്നീട് വാങ്ങുമെന്ന് അധികൃതർ ട്വിറ്ററിൽ വ്യക്തമാക്കി. ഒമാനിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ തിരക്കുള്ള സമയത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾ വിനോദ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന അഭ്യർത്ഥനയുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി. ഉപഭോക്താക്കളുടെ തിരക്കിൽ നെറ്റ്വർക്ക് വേഗത കുറയ്ക്കാനാണ് അഭ്യർത്ഥന. ഇന്റർനെറ്റ് ഉപയോഗം കുറയ്ക്കുന്നത് ഹെൽത്ത് കെയർ, റിലീഫ് പ്രവർത്തനങ്ങൾ തുടങ്ങിയവ സുഗമമായി നടത്താൻ സഹായിക്കുമെന്നും ട്രായ് വ്യക്തമാക്കി. ഗതാഗതത്തിന്റെ പൂട്ട് തുറക്കുമ്പോൾ നിരത്തിലേക്കിറങ്ങാൻ KSRTC ബസ്സുകൾ സജ്ജം. സംസ്ഥാനത്തിന്റെ തെക്ക്, വടക്ക്, മധ്യ മേഖലകളിലായുള്ള 94 ഡിപ്പോകളിലെ ബസ്സുകളാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഓടാൻ തയ്യാറായത്. അടച്ചിടൽ കാലത്ത് ഡിപ്പോകളിലെ ഗ്യാരേജുകളിൽ കയറ്റിയിട്ടിരിക്കുന്ന ബസ്സുകൾ ഉടൻ പൂർണ്ണമായും അണുവിമുക്തമാക്കും. കൊറോണ വൈറസ് പ്രതിരോധത്തിന്റെ ഭാഗമായി ആഭ്യന്തര വാഹനങ്ങൾ നിർമ്മാതാക്കളായ മാരുതി 20 ദിവസത്തിനുള്ളിൽ 1500 വെന്റിലേറ്ററുകൾ നിർമ്മാണം പൂർത്തിയാക്കിയതായി റിപ്പോർട്ടുകൾ. വൈറസ് ബാധിതരുടെ എണ്ണം ഉയർന്നതോടെ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കളോട് വെന്റിലേറ്റർ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് മാരുതി നിർമ്മാണം തുടങ്ങിയത്. മുൻ ലിവർപൂൾ താരം മൈക്കൽ റോബിൻസൺ അന്തരിച്ചു. ചൊവ്വാഴ്ചയായിരുന്നു അന്ത്യം.
61 വയസ്സായിരുന്നു. 1984 ലിവർപൂളിനൊപ്പം ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് കപ്പ്, യൂറോപ്യൻ കപ്പ് കിരീടങ്ങൾ റോബിൻസൺ നേടിയിട്ടുണ്ട്. മുൻ സ്ട്രൈക്കർ പ്രസ്റ്റൺ നോർത്ത് എൻഡ്സ്, മാഞ്ചസ്റ്റർ സിറ്റി തുടങ്ങിയ ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട്. ലാലിഗ മത്സരങ്ങൾ തുടങ്ങാനുള്ള പ്രാരംഭ നടപടികളുമായി സ്പെയിൻ. ലാലിഗ ക്ലബ്ബുകൾക്ക് മെയ് 4 മുതൽ പരിശീലനം തുടങ്ങാൻ അനുമതി. നിലവിൽ വ്യക്തിഗത പരിശീലനം മാത്രം നടത്താനാണ് അനുമതിയുള്ളത്. എന്നാൽ ലാലിഗ എന്ന് പുനരാരംഭിക്കുമെന്ന് ഇതുവരെ സ്പാനിഷ് ഫുട്ബോൾ വ്യക്തമാക്കിയിട്ടില്ല. ആദ്യമായി വിരാട് കോഹ്ലിയെക്കുറിച്ച് കേട്ടപ്പോൾ മതിപ്പുണ്ടായില്ലെന്ന് AB ഡിവിലിയേഴ്സ്. വിരാട് കോഹ്ലിയെക്കുറിച്ച് തന്നോട് ആദ്യം പറയുന്നത് മാർക്ക് ബൗച്ചർ. താൻ ഡൽഹി ഡെയർ ഡെവിൾസിൽ ആദ്യം 3 വർഷം കളിച്ച ശേഷം ബംഗളൂരുവിലേക്ക് എത്തുകയായിരുന്നു. കോഹ്ലി ആദ്യ സീസൺ മുതൽ ബംഗളൂരു ടീമിൽ ഉണ്ടായിരുന്നുവെന്നും AB ഡിവിലിയേഴ്സ് പറഞ്ഞു. വിരാടിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് AB ഡിവിലിയേഴ്സ്. സകല വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സന്ധ്യാവാർത്തകളുമായി കാണാം.